ട്രഞ്ച് മൊത്തം മണ്ണിട്ട് നിരത്തി അപ്പുറത്തേക്ക് വരും. ഓ, ആന ട്രഞ്ച്? ആ, ട്രഞ്ചിനകത്ത് മണ്ണ് ഇടിച്ചിടിച്ചിടിച്ച് ലെവലാക്കും. ചില പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതാണ് കരടിയാണ് കാട്ടിനകത്ത് ഇച്ചിരി കൂടെ പ്രശ്നക്കാരൻ. പെണ്ണിന് ഇഷ്ടപ്പെടണം. ആ, ഈ പെണ്ണിന് ആണ് ഒരുപോലെ ഇഷ്ടപ്പെടണം. നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ എടപ്പാളയം വാസ്തവർക്ക് നമ്മൾ വന്നതും പിന്നീട് ഈവനിങ്ങിൽ ഒരു ട്രക്കിങ്ങിന് പോയതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നടന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ടിലുള്ള കണ്ടത്തിലായിട്ട് കുറേ കാട്ടുപോത്തുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് ഇവിടെ കുറച്ചു നേരം മഴ പെയ്തുകൊണ്ട് തന്നെ ഈ കാട്ടുപോത്തുകളൊക്കെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകുന്നത് നമുക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് ഇവരിവിടെ നിന്ന് എങ്ങോട്ടും പോയില്ല. നിങ്ങൾ കാടിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ എടപ്പാളയം വാച്ച് ടവർ. നമ്മളിവിടുത്തെ ഈവനിങ് വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു സൗണ്ട് കേട്ടത്. രാത്രി കാലങ്ങളിൽ ആക്റ്റീവാണ് ഈ പക്ഷിയുടെ പേര് രാച്ചുക്ക് എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിനെ നൈറ്റ് ജാർ എന്നാണ് പറയുക. ഈ രാച്ചുക്കുകളെ ഞാൻ മുമ്പും കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് എൻ്റെ ക്യാമറയിൽ കിട്ടണേ. സമയം ഇപ്പോൾ 7:45. കാട്ടുപോത്തുകളൊക്കെ പയ്യെ നടന്ന് നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്ത് വരെ എത്തി. കാട്ടുപോത്തുകൾ മാത്രമല്ല, മ്ലാവുകളിലുണ്ട്. നമ്മളപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മെയിൽ സാമ്പാട്ടീർ നടന്നു പോണതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇവർക്ക് രാത്രി ഭയങ്കര കാഴ്ചശക്തിയാണ്, അതുകൊണ്ടാണ് ഇവരുടെ കണ്ണ് ഭയങ്കരമായിട്ട് തിളങ്ങുന്നത്. രാത്രിയിൽ ഇവർക്ക് നല്ല കാഴ്ചശക്തി ആയതുകൊണ്ട് തന്നെ ഇവർ മിക്കപ്പോഴും രാത്രി സമയങ്ങളാണ് കൂടുതൽ ആക്റ്റീവ് ആവാറ്. കാട്ടുപോത്തുകളൊക്കെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇവരിത് പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മ്ലാവുകൾ പൊതുവെ രാത്രിയിൽ ഓപ്പൺ ഏരിയയിൽ അങ്ങനെ റെസ്റ്റ് എടുക്കാറില്ല. എന്നാൽ നമ്മുടെ കാട്ടുപോത്തുകളും പുള്ളിമാനങ്ങളും നേരെ ഓപ്പോസിറ്റാണ്. ഈ കാട്ടുപോത്തൊക്കെ നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്ത് വരെ എത്തിയിരുന്നു കേട്ടോ. രാത്രി മൊത്തം നമ്മൾ ഇതുപോലെ ടോർച്ച് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടേക്ക് വരാണെങ്കിൽ എന്തായാലും ഒരു ടോർച്ച് കൈപിടിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ടോർച്ച് അടിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റേയുടെ പുറകുവശത്തായിട്ട് കുറച്ച് മുള്ളംപന്നികൾ വന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആകെ മൊത്തം 5 മുള്ളംപന്നികളാണ് ഇവിടെ സ്ഥിരം വൈകിട്ട് വരാറുള്ളത്. അതിൽ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫുഡ് വേസ്റ്റ് ഈ മുള്ളംപന്നികൾ കഴിക്കാറുണ്ട്. പെരിയാറിലെ കാടിനുള്ളിലുള്ള ഒട്ടുമിക്ക സ്റ്റേ പ്രോഗ്രാമുകളിലും നമുക്ക് ഈ മുള്ളംപന്നികളെ കാണാൻ പറ്റാറുണ്ട്. മണം പിടിക്കാൻ തോന്നുന്നു. ഇവർക്ക് കാഴ്ചശക്തി കുറവായതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇവർ ഫുഡ് സ്മെല്ല് ചെയ്യുന്നതാണ് കണ്ടുപിടിക്കാറ്. പിന്നീട് ഇവിടുത്തെ സ്ഥിരക്കാരായ ബാക്കി 4 മുള്ളംപന്നികൾ കൂടി നമ്മുടെ സ്റ്റേയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ ഫുഡ് വേസ്റ്റ് എവിടെ ഇട്ടിരിക്കണേന്ന് തപ്പിക്കൊണ്ടിരിക്കുക. ഇതുവരെ അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറേ മണം പിടിച്ച് അവസാനം അവർ ആ ഫുഡ് വേസ്റ്റ് ഇട്ട സ്ഥലം കണ്ടുപിടിച്ചു കിട്ടാ. ഈ മുള്ളംപന്നികൾക്ക് പൊതുവെ പകൽ സമയങ്ങളിൽ കാഴ്ചശക്തി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ രാത്രി ആകുമ്പോഴാണ് തീറ്റ തേടി ഇറങ്ങാറുള്ളൂ. ഈ ഫുഡ് വേസ്റ്റ് കഴിക്കാൻ മാത്രമല്ല കേട്ടോ അവർ ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ സ്റ്റേയുടെ ഓപ്പോസിറ്റായുള്ള കണ്ടത്തിൽ നിറച്ച് എല്ലും കഷ്ണങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പം അത് അവരുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. അപ്പം അതുകൂടി കഴിക്കാനാണ് അവരുടെ ഈ വരവിൻ്റെ ഉദ്ദേശം. നമ്മുടെ ഫ്രണ്ടിലുള്ള കാട്ടുപോത്തിന്റെ കൂട്ടത്തിൽ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. സമയം 8 മണിയായപ്പോഴേക്കും നമ്മുടെ ഫുഡെല്ലാം റെഡിയായി. കേട് അനിച്ചേട്ടനാണ് നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തന്നത്. അനിച്ചേട്ടൻ്റെ കുക്കിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. കാട്ടുപന്നികളും മുള്ളംപന്നികളൊക്കെ ഞങ്ങളെ പ്രാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞങ്ങൾ ഫുഡ് ഒരു തരി പോലും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വന്നു. കാട്ടുപോത്തുകളൊക്കെ ഇവിടെയുള്ള ഈ ട്രെഞ്ചിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള കണ്ടത്തിലൊന്നും ഇപ്പോൾ ഒരു കാട്ടുപോത്തും ഇല്ല. എല്ലാം ദേ ഇവിടെ നിൽക്കാണ്.
ഈ സ്റ്റേയിലൊരു പ്രധാന പ്രശ്നക്കാരനാണ് മരത്തിൻ്റെ മുകളിൽ കൂടെ ഓടിപ്പോകുന്ന എലി. കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവ റൂമിൻ്റെ ഉള്ളിൽ കയറിക്കളയും. രാവിലെ 6 മണിക്ക് തന്നെ ഞങ്ങൾ എണീറ്റു. ഇതാണ് കേട്ടോ നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. ഇന്നലെ പുലർച്ചെ ഒരു 1 മണിക്ക് ഞങ്ങൾക്ക് സാമ്പാർ ഡീറിൻ്റെ വാണിക്കോൾ കിട്ടിയിരുന്നു. അപ്പം ഞാനൊന്ന് എണീറ്റിട്ട് ടോർച്ച് അടിച്ച് നോക്കി, പക്ഷെ ഒന്നിനും കാണാൻ പറ്റിയില്ല. മിക്കതും വല്ല പുലിയെങ്കിൽ ഇതിൽ കൂടെ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രാവിലെ തന്നെ നമ്മുടെ ഗൈഡ് അനിച്ചേട്ടൻ നമുക്കൊരു കട്ടൻ ഇട്ട് തന്നു. അപ്പം അതും കുടിച്ച് നമ്മളെങ്ങനെ ഇവിടുത്തെ മോർണിംഗ് വൈബ് ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നേരത്തെ നമ്മുടെ സ്റ്റേയുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന കാട്ടുപോത്തുകളെല്ലാം ഇപ്പം നമ്മുടെ സ്റ്റേയുടെ പുറകിലുണ്ടെന്നുള്ള കാര്യം അറിയണേ. അപ്പം തന്നെ ഞാൻ ക്യാമറയും ട്രൈപോഡൊക്കെ എടുത്ത് കാട്ടുപോത്തുകളുടെ കുറച്ച് വിഷ്വൽസ് എടുക്കാൻ നേരത്തെ ഇറങ്ങി. അവർ നമ്മുടെ കാൽപെരുമാറ്റം കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ നിന്ന് ഓടിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാനൊരു കള്ളനെ പോലെ പയ്യെ പതുങ്ങിയാണ് പോകണ്ടായിരുന്നത്. ഞാനെന്തായാലും ഈ മരത്തിൻ്റെ പുറകിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു. മരത്തിൻ്റെ പുറകെ നിൽക്കുന്ന കാരണം തന്നെ അവർക്ക് പെട്ടെന്ന് നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ കിളികളുടെ സൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. ഈ കാട്ടുപോത്തുകളുടെ പുറകിലായിട്ട് ഒരു കീരി പോണത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാട്ടുപോത്തുകളെ കുറച്ച് ക്ലോസപ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മളതിൻ്റെ കുറച്ചുകൂടി അടുത്തോട്ട് വന്നോട്ടാ. അവിടെ കാട്ടുപോത്തിനെ കാണാൻ പറ്റും. ഇതുവരെ നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരോട് അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട്. ഈ കാട്ടുപോത്തുകളുടെ കൂട്ടത്തിൽ ഒരൊറ്റ മെയിൽ കാട്ടുപോത്ത് പോലും ഉണ്ടായിരുന്നില്ല. ഈ അടുത്തൊരു വീഡിയോയിൽ ഒരാൾ പറയുന്നത് കേട്ടു, കാട്ടുപോത്തുകളുടെ ഗ്രൂപ്പിലുള്ള ആൺ കാട്ടുപോത്തുകളാണ് ഈ ഗ്രൂപ്പിനെ നയിക്കണമെന്ന്. എന്നാൽ ഇതൊരു തെറ്റാണ് കേട്ടോ. ഗ്രൂപ്പിലുള്ള 1-2 ഫീമെയിൽസ് ആയിരിക്കും എപ്പോഴും ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്നത്. മെയ്റ്റിംഗ് സീസൺ ആകുമ്പോൾ മാത്രമാണ് മെയിൽ കാട്ടുപോത്തുകൾ ഒരു ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യുള്ളൂ. അവർ ജോയിൻ ചെയ്തതിന് ശേഷം ഒരിക്കലും ആ ഗ്രൂപ്പിൻ്റെ ലീഡർഷിപ്പ് അവർ ഏറ്റെടുക്കില്ല. മെയ്റ്റിംഗ് സീസൺ തീർന്നോടുകൂടി അവർ ആ ഗ്രൂപ്പിൽ നിന്ന് പോവുകയും ചെയ്യും. ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കണതിൻ്റെ അവിടെ തന്നെയായിട്ട് ഒരു കരടി മണ്ണ് മാന്തി കുഴിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് ഇങ്ങോട്ട് കരടിയോ പുലിയോ ഒന്നും വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ നിന്ന് വീഡിയോ എടുക്കണം കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോഴേക്കും അവർ നമ്മുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഇതേ ഒരു കാട്ടുപോത്ത് നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. കാട്ടുപോത്തുകളുടെ കുറച്ച് അടിപൊളി വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അധികം നേരം അവർ നമ്മളെ നോക്കി പേടിപ്പിച്ചപ്പോൾ നമുക്കത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ തിരിച്ച് സ്റ്റേയിലേക്ക് തന്നെ പോന്നു. നമ്മളങ്ങനെ ഇന്നത്തെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. സമയം ഇപ്പോൾ ഏകദേശം ഒരു 7:15 കാണും. ആനകളുടെയൊക്കെ സൈറ്റിങ്സ് ഇവിടെ കുറച്ച് കുറവാണെന്നാണ് പറഞ്ഞത് കുറച്ച് നാളായിട്ട്. അതുകൊണ്ട് തന്നെ ആനനെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നമുക്ക് നോക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. കായാൻ പോവാ. അട്ടുണ്ടോ അവിടെ ഇപ്പോൾ? ഇല്ല, ചിലയിടത്ത് കാണുമായിരിക്കും. ഈ സൺലൈറ്റ് വര സ്ഥലത്തേ അവിടെ അട്ട കാണും. മഴക്കാലത്തൊന്നും എന്തായാലും ഇവിടെ അട്ടുണ്ടാവില്ല. എന്തെങ്കിലും അട്ട ഉണ്ടാകും. ഈ ചില സ്ഥലങ്ങളിൽ ഈ സൂര്യപ്രകാശമേ അടിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ അട്ട കാണും. ഈ വെള്ളയപ്പുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് അട്ട കിട്ടും. ഇത് ബോട്ടിങ്ങിന് വരുന്ന സ്ഥലമാണോ? ബോട്ടിങ്ങിന് ഇതിൻ്റെ അപ്പുറത്ത് വരെ വരും. ഈ ഭാഗത്ത് ഈ ബോട്ടിങ് വരില്ല? ഇപ്പം വരത്തില്ല. ഏത് ട്രക്കിംഗ് പ്രോഗ്രാമൊക്കെ ഈ വഴിക്ക് വരാം? ഈ വഴിക്ക് നമ്മുടെ ഈ എടപ്പള്ളി ബസ് സ്റ്റോർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടെ ഇല്ല. നമ്മുടെ ഈ സൈഡിലില്ല. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ലാൻഡിൻ്റെ അവിടെ കാണും നമ്മുടെ ടൈഗർ ട്രെയിൽ, ഫുൾ ഡേ ബാമ്പു റാഫ്റ്റിംഗ്, നേച്ചർ വാക്ക്, അങ്ങനെ സംവിധാനം. ഇവിടെ പിന്നെ നമ്മുടെ എടപ്പാളി ബസ് സ്റ്റോറിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഓ മൈ ഗോഡ്,
ഇപ്പുറം കൂടി മേളിൽ കൂടി മിക്കവാറും പോകണമായിരിക്കും. ചെള്ളയാ. നമ്മൾ ഈ പ്രോഗ്രാമിന് വേനൽക്കാലത്ത് വന്നിട്ട് കൂടി മൊത്തത്തിലൊരു മഴക്കാലത്തിന്റെ പ്രതീതിയായിരുന്നു. ഇവിടെയും വെള്ളമാണ്. നല്ലപോലെ കിടന്നത് ഉടനെ മഴ പെയ്ത് നാശമാക്കി. ആ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ ഈ ഡാമിന്റെ സൈഡിൽ കൂടെയുള്ള നടത്തം. നിറച്ച് ചെരല് കലർന്ന മണ്ണായതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് സ്ലിപ്പറിയാണ് കേട്ടോ ഇവിടെ. നമ്മുടെ ഗൈഡ് അങ്ങോട്ട് അവഴി പോയിട്ടാ. പക്ഷെ നമുക്കത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ വെള്ളത്തിൽ എത്തും. ബോർഡർ ഹൈക്കിങ്ങില്ലേ, ഞങ്ങളൊരു മല ഇറങ്ങി താഴെ വന്നപ്പോൾ ഒരു കുട്ടിയും തള്ളയായിരുന്നു കരട്ടി ഇതുപോലെ നിൽക്കുമായിരുന്നു. നല്ല ഓപ്പൺ പ്ലേസാണ്. കുറച്ച് ഗ്രാസ് ഉണ്ടായിരുന്നു. ഗ്രാസിൻ്റെ അപ്പുറത്ത് ഫ്രണ്ടിലേക്ക് വന്നു. ഞങ്ങൾ കണ്ടു നിന്നു. ഞങ്ങൾ ഇതുപോലെ നിൽക്കുമായിരുന്നു. 4 ഗസ്റ്റ്, ഞങ്ങൾ 2 ഗൈഡ്, ബിറ്റി ഫോറസ്റ്റർ. കരടി ഞങ്ങൾ നിൽക്കുക ഫ്രണ്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ പിന്നെ കുറേ നേരം നോക്കി ഗസ്റ്റ് പിന്നെ പുറോട്ട് മാറ്റി. എന്നിട്ട് ഞാനും സാറും ഒച്ചയൊക്കെ ഉണ്ടാക്കി. കുറേ നേരം ഒച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നില്ല. പിന്നെയും ഞങ്ങൾ ഒച്ച ഉണ്ടാക്കി തടിയൊക്കെ അടിച്ചിട്ട് പിന്നെ കുറേ നേരം ഇന്ന് കരടി പിന്നെ പോയി. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി. ഡാമിലെ കാളവണ്ടി ഓടിയ വഴിയായത്. ഡാമിലെ കല്ലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഓടിയ വഴിയായത് മൊത്തം. ഡാം പണിയാൻ വേണ്ടി. ഡാം പണിയാൻ വേണ്ടി കാളവണ്ടിയിൽ പകുതി വഴി പിന്നെ വെള്ളത്തിനടിയിലായി പോയി. വെള്ളം കയറിപ്പോയി. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതുപോലെ കിടക്കുക. 1895 ബ്രിട്ടീഷുകാരാണ് മുല്ലപ്പെരിയാർ ഡാം പണിയുന്നത്. ആ കാലഘട്ടങ്ങളിൽ വണ്ടികളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡാം പണിയാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് എല്ലാം കാളവണ്ടികളാണ് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് കാളവണ്ടി ഓടിയ റോട്ടിൽ കൂടെയാണ് നമ്മൾ ഇന്ന് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന പിടിച്ചിട്ട് പോലെ തന്നെ ഉണ്ടല്ലേ. ചവിട്ടോടുണ്ട്. ഈ വഴി കൂടെ എന്തായാലും ഒരു ആന കുറച്ച് മുമ്പ് പാസ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ നല്ല വേനൽ മഴ കിട്ടിയതുകൊണ്ട് തന്നെ ഉൾക്കാടുകളിലൊക്കെ അത്യാവശ്യം വെള്ളമുണ്ട്. ഈ ഡാമിൻ്റെ സൈഡിലായിട്ട് എലിഫന്റ് സൈറ്റിങ് കിട്ടിയിട്ട് 2-3 ആഴ്ചയെന്നാണ് നമ്മുടെ ഗൈഡുമാർ പറഞ്ഞത്. മിക്ക ആനക്കൂട്ടങ്ങളും ഉൾക്കാടുകളിലാണ്. ഇപ്പോൾ കുറച്ച് ആനകൾ മാത്രമാണ് ഈ ഏരിയയിലുള്ളൂ. രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഇടയ്ക്കോട്ടൊക്കെ നൂന്ന് വേണം നമുക്ക് വരാൻ. അവസാനം നമ്മൾ വീണ്ടും ലേക്കിൻ്റെ അടുത്തിട്ട് എന്താ വേഴാമ്പല് കണ്ടപ്പോ ഇല്ല, ഇവിടെ ഇപ്പം ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ആനപ്പിണ്ടത്തിൽ നിന്ന് കൂണുകൾ പൊട്ടിമുളച്ച് വരുന്നു കണ്ടു. ചെറിയ കൂണ് നോക്കി കഴിക്കാൻ പറ്റുള്ളൂ. അതിന് വേറെ കൂണ് കാണും. പിന്നെ ഈ നമ്മുടെ ഈ മുരുക്ക് മരത്തിലൊക്കെ ഒരു വെള്ള കൂണുണ്ടാകും, സോഫ്റ്റ് ആയിട്ടേക്ക്, അത് കഴിക്കാൻ പറ്റും. വേറെ കൂണൊന്നും കഴിച്ചാൽ. ഇത് പണിതിട്ട് കുറേ നാളായിരുന്നു. പണ്ട് നമ്മുടെ ഒരു രാജാവ് സമ്മർ പാലസ് ഉപയോഗിച്ച സാധനമാണ്. ലേക്ക് പാലസ് സമ്മർ പാലസ് ആയിരുന്നു പണ്ട്. കാടിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷനാണ് ഈ ഗേറ്റഡീസിൻ്റെ ലേക്ക് പാലസ് റിസോർട്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി ഒരു പ്രീമിയം ടൈപ്പാണ്. ഒരു റൂമിന് ഒരു നൈറ്റ് 16,000 രൂപയൊക്കെ വെച്ച് വരുന്നുണ്ട് ഇവിടെ. ഇവിടെ ഫെൻസിങ് ഇല്ലല്ലോ. ഉണ്ടാ ഇവിടെ ഫെൻസിങ് താഴെ ഉണ്ട്. അതിന് താഴെ ഫെൻസിങ് കിടക്കുന്നു. മതിലിന് താഴെ. മതിലിന് താഴെ ഫെൻസിങ് മൊത്തം നെറ്റ് വരി വരുന്നു. ഒരു കടുവയിലേക്ക് മറ്റൊരു കടുവ വരണമെങ്കിൽ വന്ന് ഫൈറ്റ് ഉണ്ടാക്കിയിട്ട് മറ്റേ മെയില് ടെറിട്ടറി ആക്കത്തുള്ളൂ. വരുന്നത് വന്ന് ഈ മറ്റേ കടുവയ്ക്ക് ഒത്തിരി വയസ്സായി കാണും. ഒരു 14-15 വയസ്സൊക്കെ ആകെ കാണും. അന്നേരം ഭയങ്കര ഏജിലാണ്. ഈ ഹണ്ട് പെട്ടെന്ന് അട്ടയ്ക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വരും. ചെറുപ്പക്കാരൻ 8 വയസ്സ് 7 വയസ്സൊക്കെ കാണത്തുള്ളൂ. അന്നേരം ഭയങ്കര ബലശാലിയല്ലേ. വന്ന അടിയിൽ നിന്ന് ജയിക്കും.
ജയിച്ചിട്ട് ഈ ടെറിട്ടറി പിന്നെ അവൻ്റെ സ്വന്തമാക്കും. ചില കടുവ ചത്തുപോകത്തേ ഉള്ളൂ അടി നിന്നിട്ടേ. അല്ലാത്ത കടുവ നാട്ടിലിറങ്ങിയിരിക്കും. അങ്ങനെയുള്ളത് നാട്ടിലിറങ്ങും. ഇവിടെ അങ്ങനെ നാട്ടിൽ കടുവ ഇറങ്ങിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ ഇടയ്ക്ക് നമ്മുടെ വണ്ടിപ്പുര ഭാഗത്ത് ഒരു കടുവ ഇറങ്ങിയായിരുന്നു. അതിനെ ആരണ്ട കുറുക്കൊക്കെ വെച്ച് ഭയങ്കര ഡാമേജ് ആയിരുന്നു. കയ്യിലൊക്കെ മറ്റേ കുരുക്കില്ലേ അത് വീണിങ്ങനെ പൊട്ടിയിരിക്കുമായിരുന്നു. കയ്യിൽ മുള്ള് കമ്പിങ്ങനെ കുരുക്ക് വെച്ചിട്ട് കയ്യിലിങ്ങനെ, പിന്നെ പുറത്തൊക്കെ ഉണ്ടായിരുന്നു. അത് നാട്ടിലിറങ്ങി പശു പിന്നെ പട്ടിയൊക്കെ പിടിച്ചായിരുന്നു. എന്നിട്ട് നമ്മുടെ ഇവിടെ തന്നെ വൈപ്പർ ടീമുണ്ട്. നമ്മുടെ ഫോറസ്റ്റിൽ തന്നെ ഉള്ള വൈപ്പർ ടീം. അവരിപ്പോൾ അവിടെ ഇപ്പോൾ കടുവ പിടിച്ച് കൊണ്ടുവന്നു. കടുവ പിടിച്ചിട്ട് അവിടെ കൊണ്ടിട്ടു. കടുവ അത് മരിച്ചു പോയി. എന്നിട്ട് കരടികളൊക്കെ സ്ഥിരം പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. പക്ഷെ അവരുടെ കാഷ്ടം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഫോറസ്റ്റുകാരനെ ആന ആക്രമിക്കാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് നമ്മുടെ തന്നെ കോർ ഏരിയയില്ലേ, കോർ ഏരിയ നമ്മുടെ തന്നെ ഇവര് ഫീൽഡ് കണ്ടു പോയതാ. ഫീൽഡ് വലിയൊരു കണ്ടവാ. വലിയൊരു കണ്ടത്തിൽ ആന ഓടിച്ചതാ. ആന ഓടിച്ചപ്പോൾ ഇവരെല്ലാം ഫ്രണ്ടിൽ ഓടിപ്പോൾ പുള്ളി പുറകിലും ആയിപ്പോയി. മറ്റേ കുഴിയുണ്ടല്ലോ, കുഴിക്കകത്ത് കാല് ചവിട്ടി ഇങ്ങനെ കാല് മടങ്ങിപ്പോയതാ. എന്നിട്ട് ഇവർ വന്ന് പിന്നെയും വന്ന് ആനയെ ഓടിച്ചു വിട്ട് പിന്നെ പുള്ളി ആശുപത്രി കൊണ്ടുപോയി. പുള്ളി കുഴപ്പമൊന്നുമില്ല. കാലിന് ചെറിയൊരു മടങ്ങിപ്പോയില്ല കാലിനെ. അതിൻ്റെ മാത്രം ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഈ കുമളി ടൗണിലേക്ക് ആന വരില്ല? ഇല്ല, അങ്ങോട്ട് വരത്തൊന്നുമില്ല. കുമളിയിലേക്ക് വരത്തൊന്നുമില്ല. നമ്മുടെ തന്നെ ഇവിടെ ട്രൈബൽ കോളനി ഉണ്ട്, മന്നക്കുടി എന്ന് പറഞ്ഞു. അങ്ങോട്ടൊക്കെ ആന വരത്തുള്ളൂ, അല്ലാതെ കുമളിക്ക് പോകത്തൊന്നുമില്ല. അവിടെ മൊത്തം ഫെൻസിങ് എല്ലാം ഉള്ളത് കൊണ്ട് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല. നമ്മുടെ ഫെൻസിങ് ഒന്നും ഇവിടെ ഇല്ല. ഉള്ളി ട്രഞ്ച് മറ്റേ മണ്ണ് കുത്തിമാരില്ല, അതും മറ്റേ സൈഡ് വാളും മാത്രമേ ഉള്ളൂ. ഈ ആന നമ്മുടെ അതിർത്തി തന്നെ ഫോറസ്റ്റ് നമ്മുടെ വില്ലേജ് അടുത്തടുത്താണ്. അതിൻ്റെ അടുത്ത് ചക്കമരൊക്കെ കാണും. ഈ ചക്ക ഈ പൊട്ടി താഴെ വീഴാൻ നേരത്ത് ഇതിന് മണത്തിന് പെട്ടെന്ന് വരും. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് മണത്തിന് ഈ മണം അടിച്ച് വരുമ്പോഴേ ഈ ട്രഞ്ച് നികത്താൻ നോക്കും. ട്രഞ്ച് മൊത്തം മണ്ണിട്ട് നിരത്തി അപ്പത്തേക്ക് വരും. ട്രഞ്ചിനകത്ത് മണ്ണ് ഇടിച്ചിടിച്ചിടിച്ച് ലെവലാക്കി ആന ഇറങ്ങി പോകുന്ന പോലെ നോക്കും. നോക്കിയിട്ട് ആന ഇറങ്ങി ഇപ്പുറത്തെ വില്ലേജിലേക്ക് വന്നിട്ട് ഒരു ദിവസം വന്ന് കുറേ നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ എല്ലാവരും ഫോറസ്റ്റുകാരും നാട്ടുകാരും ചെന്ന് ഓടിച്ച് വിട്ടു. ഇടയ്ക്കൊരാനുണ്ട്, ഒരേ ഒരു ഒറ്റയാന, പെണ്ണാനായിരുന്നു. ആന ഡെയിലിയും മന്നക്കുടി കയറി വരും ആ വില്ലേജിൻ്റെ അകത്ത് ഒറ്റയ്ക്ക് ഡെയിലിയും കയറുന്നു. അതിനെ മുടിച്ചു വിടുന്നു, പിന്നെയും പോകുന്നു, അതിനെ ഓടിച്ചു വിടുന്നു. ഒരു പണി അത് തന്നെയാണ്. ഇപ്പോൾ ആനയെ കാണുന്നില്ല. ഇപ്പോൾ ആന ഇവിടെ നമ്മുടെ ഹാഫ് ഡേ ബാമ്പു റാഫ്റ്റിംഗ് പോകുന്ന സ്ഥലത്താണ് ആന. ഇപ്പം ആന ശല്യമൊന്നുമില്ല. പക്ഷെ സാധാരണ പിടിയാനകൾ ഒറ്റയ്ക്ക് നടക്കാറില്ലല്ലോ? ഉണ്ട്. പിടിയാന ഒറ്റയ്ക്ക് നടക്കാറുണ്ട്. അത് ഈ ബ്രീഡിങ് സമയമൊക്കെ ആകുമ്പോഴേ ഒറ്റയ്ക്ക് മാറി മാറി നടക്കുന്ന ആനയൊക്കെ ഉണ്ട്. മറ്റേ മോഴയാന മോഴയാനയാണ് പ്രശ്നം. അവർ ഒറ്റയ്ക്ക് നടക്കും മോഴയാന. പക്ഷേ പിടിയാനല്ലോ? പിടിയാന തന്നെ. പക്ഷെ കൊമ്പ് വളരാത്ത ആന മാത്രമേ ഉള്ളൂ. ഈ കൊമ്പ് വളരാത്ത ആന നമ്മളീ കാണും ട്രാൻസെൻഡ് അതൊന്നും സംവിധാനം ഇതാണ്. അവരാണ് കുറച്ചും കൂടി അക്രമകാരികൾ. അവർക്ക് മുന്നിൽ നോക്കാനൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒരു കൂട്ടമൊക്കെ ആണെങ്കിൽ ഒരു 10-15 ആന കാണും. അവർ ഈ പ്രൊട്ടക്റ്റ് ഒരേ ആന മാത്രം വന്ന് നമ്മൾ ഓടിച്ചു വിട്ട് പൊക്കോളും. അതിന് ഫാനിൽ നോക്കണമല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് വരത്തില്ല. പക്ഷേ ഒറ്റ ആന ഈ മെയിലും ഫീമെയിലും ഈ മോഴയാനൊക്കെ ആണെങ്കിൽ അതിനെ ഒന്നും നോക്കാനൊന്നുമില്ല, അതിനെ ആരും നോക്കാനൊന്നുമില്ല. വരുന്നത് നമ്മൾ അറ്റാക്ക് ചെയ്ത് പോകും, അത്രേ ഉള്ളൂ. മോഴയാന ശരിക്കും ഒരു കൂട്ടത്തിലും കൂടില്ല. കൂട്ടത്തിലില്ല. പക്ഷെ ഒരു മോഴയാനയ്ക്ക് ഒരു ആണാനെക്കാട്ടിലും 2 ഇരട്ടി ബലമുണ്ട്. ഒരു ആണാനടുത്ത് അവൻ പിടിച്ചു നിൽക്കുക. ഈ ചെറിയൊരു മരത്തിലാണ് നമ്മൾ ഈ തേനീച്ചക്കൂട് കണ്ടത്. മിക്കതും ഇത് അവരുടെ താൽക്കാലികമായി കൂടാവാനാണ് സാധ്യതയുള്ളൂ. അവർക്ക് പറ്റിയ വലിയ ഏതെങ്കിലും മരം കണ്ടുപിടിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ കൂട് മൊത്തം അവർ അങ്ങോട്ട് മാറ്റും. ഈ കൊമ്പനാനകൾ തമ്മിൽ ഫൈറ്റ് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ട്. അത് മേറ്റിംഗ് സമയം ആകുമ്പോൾ അടി നടക്കും. ജയിച്ചിട്ട് മേറ്റ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ അടി നിൽക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇവന്മാർ തമ്മിൽ അടി നിന്നിട്ട് കാര്യമൊന്നുമില്ല.
ആ പെണ്ണിന് ഇഷ്ടപ്പെടണം. ആ ഈ പെണ്ണിന് ആണ് ഒരുപോലെ ഇഷ്ടപ്പെടണം. പെണ്ണെന്ന് വെച്ചാൽ ആ കൂട്ടത്തിലെ മെയിൻ ആള് സമ്മതിക്കണം. ഇപ്പൊ വേറൊരു ആന വന്ന് ഇതിൽ കൂടുതലൊരു ആന ഉണ്ടെങ്കിലും വേറൊരു ആന ഒന്ന് ഫൈറ്റ് ചെയ്താലും പക്ഷെ ഈ ആനക്ക് ഇഷ്ടപ്പെട്ടാലേ ആനയോട് മീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഫൈറ്റ് ചെയ്തിട്ട് ചെയ്യാം, പക്ഷെ എന്നാലും ഈ ആനക്ക് ഇഷ്ടപ്പെടണം. ചിലപ്പം പെണ്ണാനക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോൾ ആനക്ക് ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെ മാറി മാറി വരും. ആനകൾ ഉറങ്ങുന്നുണ്ട് കിടന്നുറങ്ങുന്നത് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മുടെ തന്നെ ഗ്രീൻ ബോക്കിൽ ഒരു 7 കണ്ടായി. കാടിനുള്ളിൽ പോയപ്പോൾ ഒരാന മാത്രം നിൽക്കുമായിരുന്നു, നിന്നുകൊണ്ട് ഉറങ്ങുമായിരുന്നു. കുറേ നേരം താഴെ കിടക്കുമായിരുന്നു, ഒരു 2-3 എണ്ണം. അങ്ങനെ കണ്ടതാണ്, അല്ലാതെ ഒന്നും കണ്ടിട്ട് നമ്മൾ ഒച്ച കേട്ട അപ്പത്തിന് ആനയെല്ലാം എഴുന്നേറ്റ്. കുട്ടിയുള്ളത് കൊണ്ടാണ്. നമ്മളിതൊരു തെട്ടപ്പുറത്ത് ആന താഴെ കിടക്കുമായിരുന്നു, അങ്ങനെ കണ്ടതാണ്. ആന വന്നാൽ ഇവിടുന്ന് പോകാനും ഇറങ്ങാൻ പറ്റത്തില്ല. ചുറ്റിനും അവിടെ ഇവിടെ താന നിൽക്കും. അതിനു വേണ്ടിയാണ് ഈ 3 പാല വിട്ടിരിക്കുന്നത്. 3 പാല. ചില സമയം ആന ഇവിടെ ആണെങ്കിൽ നമുക്ക് അവിടെ കറങ്ങിയത് കയറാമല്ലോ. ആന പുറകിലാണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങാം. വെട്ടിയത് 3 പാലവും. ഇതൊരു വലിയ കാട്ടുപോത്തിന്റെ തലയാണല്ലോ. വലിയ കാട്ടുപോത്ത്. ആൺകാട്ടുപോത്തിന്റെ തലയാണ്. ഒരു 10,500 കിലോയുടെ കാണും അവന്റെ ഇത് വെയിറ്റ്. അടിച്ചു വെച്ചാ? അല്ലല്ല, എല്ലാം ഉള്ളത് തന്നെയാണ്. ഇത് പെയിന്റ് അടിച്ചതല്ല? അല്ലല്ല, പെയിന്റ് അടിച്ചതൊന്നുമില്ല. ഇത് പിന്നെ നമ്മുടെ വെള്ളം വീണ് അങ്ങനെ വെള്ളമായി പോകുന്ന ഇതിലേക്ക് വെള്ളം വീഴുന്നില്ലല്ലോ. ചത്ത് കഴിഞ്ഞിട്ട് എന്തൊരു തലയെടുപ്പല്ലേ നമ്മുടെ ഈ കാട്ടുപോത്തിന്റെ തലയ്ക്ക്. നമ്മുടെ സ്റ്റേയുടെ പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്ന കാട്ടുപോത്തുകളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. 3 മുതൽ 4 വയസ്സ് വരെ മെയിൽ കാട്ടുപോത്തുകൾ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. പിന്നീട് സെക്ഷൽ മെച്യൂരിറ്റി എത്തുമ്പോൾ അവർ ഈ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും. കാട്ടിൽ വളർന്ന കാട്ടുപോത്തുകളുടെ ഒരു ആയുസ് എന്ന് പറയുന്നത് 20 മുതൽ 25 വയസ്സ് വരെയൊക്കെയാണ്. അതിൽ തന്നെ ഏകദേശം 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ബാധിച്ചു തുടങ്ങും. വിശപ്പിന്റെ വിളി വന്നതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ കാട്ടുപോത്തുകൾ അവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. നല്ല ചൂടുള്ള പൂരി മസാലക്കറിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഈ നടന്നു വരുന്നവര് പെരിയാർ ടൈഗർ റിസർവിലെ പുതിയ സ്റ്റേ പ്രോഗ്രാമായ എടപ്പാളയം നൈറ്റ്സ് എടുത്തവരാണ് കേട്ടോ. ഇവിടെ വരെയാണ് ഇവർക്ക് ട്രക്കിംഗ് അലൗഡ് ഉള്ളൂ. ഇവര് വരുമ്പോഴേക്കും നമ്മുടെ സ്റ്റേയുടെ പുറകിലുണ്ടായിരുന്ന കാട്ടുപോത്തുകളൊക്കെ പോയിരുന്നു. ഈ സ്റ്റേനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്തവണ എടപ്പാളയം മാസ്റ്ററിലേക്ക് വന്നിട്ട് ഒരു അടിപൊളി മെയിൽ കാട്ടുപോത്തിനെ കണ്ടില്ലല്ലോ എന്നായിരുന്നു എൻ്റെ വിഷമം. എന്തായാലും ആ വിഷമം അങ്ങ് മാറിക്കിട്ടി. നല്ല സൈസുള്ള ഒരു അടിപൊളി കാട്ടുപോത്ത്. ഇവൻ നമ്മുടെ സ്റ്റേയുടെ മുന്നിലുള്ള കണ്ടത്തിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവൻ നമ്മുടെ സ്റ്റേയുടെ അടുത്തോട്ട് വരുന്നത്. പക്ഷെ ഇവൻ ആ കണ്ടം ക്രോസ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ടും കയറിപ്പോയി. ഇനി എന്തായാലും നമുക്ക് കുറച്ച് കാട്ടുവിശേഷങ്ങൾ നമ്മുടെ ഗൈഡുമാരിൽ ഒരാളായ അനിച്ചേട്ടനോട് ചോദിച്ചാലോ. കോച്ചിങ്ങിന് കണ്ടിട്ടുണ്ട് എങ്ങനെ കോച്ചിങ്ങിന് വരുന്ന ആൾക്കാരൊക്കെ? കോച്ചിങ്ങിന് വരുന്നത് ഞങ്ങൾ ആ സമയത്ത് വല കെട്ടാനൊക്കെ മീൻ പിടിക്കാനൊക്കെ പോകുന്ന സമയത്താണ് ഇവരെ നമ്മൾ കാണുന്നത്. ആ സമയത്ത് തമിഴ്നാട് കേരള ബോർഡർ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് കയറുമായിരുന്നു. 95-ന്റെ മുന്നേയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ 8 വർഷം ഡെവലപ്മെൻറ്റ് കമ്മിറ്റി വന്നിട്ട് ബോർഡറിൽ ഉള്ള ആൾക്കാരെല്ലാം ഇഡിസ് ആക്കിക്കൊണ്ട് 42 ഇഡിസ് ആക്കിക്കൊണ്ട് എല്ലാ ആൾക്കാരെയും ഇതിലേക്ക് പങ്കെടുപ്പിച്ചു. അപ്പോൾ ഉൾക്കാടിൽ ഇതുപോലെ കോച്ചിങ്ങും മറ്റ് വയനപ്പട്ടകൾ വെട്ടാൻ പോയ ആൾക്കാരെയൊക്കെ അവരെയെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പിടിച്ചുകൊണ്ട് അവർക്കൊരു സാമ്പത്തികം ഒരു ജോലി കിട്ടുന്ന രീതിക്ക് അങ്ങനെ ഒരു കണ്ടെത്തി കഴിഞ്ഞിട്ട് പിന്നെ മെയിനായിട്ട് ഞങ്ങൾ ട്രൈബലിനാണ് ഇതിൻ്റെ ടൂറിസത്തിൻ്റെ മെയിൻ സംഭവം. കാടിൻ്റെ എല്ലാ ഏരിയയും അറിയാവുന്നത് ട്രൈബലാണ്. അപ്പോൾ ആദ്യം ട്രൈബലിനെ ഒരു ജോലിയും മറ്റു കാര്യങ്ങൾ ഈ ഗീഡ്സിൻ്റെ ബലപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് കയറുന്ന ആൾക്കാരെ അത് കഴിഞ്ഞിട്ടും കയറി വന്നായിരുന്നു. അവരെ പിടിച്ചുകൊണ്ട് അവരെയും ഒരു ടൂറിസം പ്രോഗ്രാം കൊടുത്തുകൊണ്ട് അവർക്കൊരു ജോലി കൊടുത്തിട്ട്. അവർ ഇവിടുത്തെ ആൾക്കാരാണതോ? ഇവിടുത്തെ നമ്മളെ കുമളി ടൗണിൽ
കുമളി മേഖലയുള്ള കുമളി പഞ്ചായത്തിലുള്ള. ഇപ്പോൾ കോച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നിർത്തിയിട്ട് എത്ര നാളായിട്ട് ഇവിടെ മൊത്തം ഇപ്പം ഉണ്ടോ കോച്ചിങ്? ഇപ്പം ഇല്ല. അതിപ്പോൾ ഒരു 95 തൊട്ട് ഇങ്ങോട്ട് കോച്ചിങ് ഇല്ല. കേസുകളെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആ സാൻഡലിൻ്റെ ഉണ്ടായിരുന്നു, ചന്ദനത്തിൻ്റെ. അതിപ്പോൾ ഒരു 10-15 വർഷമായിട്ട് അതും അങ്ങനെ ഇല്ല. പിന്നെ ഞങ്ങൾ ട്രൈബൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ പോകണം. കാട്ടിൽ ടൂറിസത്തിന് മുമ്പ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ടൂറിസം വരുന്നതിന് മുന്നേ കാട്ടിൽ ഇപ്പോഴും മീൻ പിടിക്കുന്നുണ്ട്, തേന് ഇതൊക്കെ എടുക്കുന്നുണ്ട്, അതിന് അനുവാദമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഓരോ പ്രോഗ്രാം നടത്താൻ വേണ്ടി ഞങ്ങൾ ഈ ഒരു 21 വരെ എടുത്തുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ട്രെയിനിങ് തന്നു. അതെവിടെ? മുത്തങ്ങയിലാണോ? അല്ല, ഇവിടെ തന്നെ നമ്മുടെ ബാമ്പുഗ്രവ് ആ ഭാഗത്ത് തന്നെ നമുക്ക് ഒരു 6 മാസം ട്രെയിനിങ് തന്നു. ട്രെയിനിങ് തന്നു കഴിഞ്ഞിട്ട് പിന്നെ ടൂറിസ്റ്റിന് നമ്മളവിടെ വിടും. എന്നിട്ട് നമുക്ക് പരമാവധി നമ്മളെ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആനിമൽസിൻ്റെ എല്ലാ ആനിമൽസിൻ്റെ സ്മെല്ലും അവരുടെ നീക്കങ്ങളും എല്ലാം കൂടെ നമുക്ക് ഈ ട്രെയിനിങ് കൂടെ നമുക്ക് കിട്ടും. ട്രെയിനിങ് ഇടയ്ക്കിടയ്ക്ക് നടക്കുമോ അതോ? ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് ഇപ്പോഴും പോകണ്ട ട്രെയിനിങ്ങിന്? അതോ ഇപ്പോൾ നമുക്കൊരു ഒരാഴ്ചത്തെ ചിലപ്പം കാണും, അല്ലെങ്കിൽ 2-3 ദിവസത്തെ കാണും. അങ്ങനെ ഓരോ ദിവസം ഇതും വിട്ടുപോയിരിക്കാൻ വേണ്ടി ഇപ്പോഴും ആ ട്രെയിനിങ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. ചില പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഇതാണ് കരടിയാണ് കാട്ടിനകത്ത് ഇച്ചിരി കൂടെ പ്രശ്നക്കാരൻ. മൃഗങ്ങൾ ആന ഓടിച്ചതും പിന്നെ കരടിയുടെ മുമ്പിലും പിന്നെ കാട്ടുപോത്തിന് അടുത്ത് നമ്മൾ അറിയാതെ പോകുന്നതാണ്. അറിയാതെ ദൂരെ നിന്ന് കാണുന്നതാണെങ്കിൽ നമുക്ക് എന്തായാലും പെട്ടെന്ന് മാറുന്ന രീതിയൊക്കെ നമുക്ക് ആനയുടെ മൂവിങ് കാണുമ്പോഴറിയാം. പിന്നെ കരടിയൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചെറിയ കാടിൻ്റെ ചെറിയ വഴി കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും ആ സമയത്ത് അവനിരിക്കുന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് നമ്മൾ കടത്തു പോകും. അവനും അറിയത്തില്ല, നമ്മളും അറിയത്തില്ല. അങ്ങനെയാണ് കരടി നമ്മൾ പിടിക്കാൻ ശ്രമിക്കുന്നത്. പെട്ടിട്ട് നമ്മൾ 3-4 പേര് ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഒച്ചയും ബഹളവും ആ കമ്പ് വാക്കത്തി ഒക്കെ നമ്മുടെ കൈ കാണും. അപ്പോൾ ആ മരത്താലൊക്കെ തട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒച്ച വയ്ക്കുമ്പോൾ അത് തിരിച്ചു പോകും. ഈ ഒറ്റയ്ക്ക് പോയി ഞങ്ങൾ ആൾക്കാർ തേനെടുക്കാനൊക്കെ പോകും. ഒറ്റയ്ക്കൊക്കെ തേനെടുക്കാനായിട്ട് കാട്ടിനകത്ത് ഈ നൊടിയലെന്ന് പറഞ്ഞ തേനുണ്ട്, എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ മാത്രം തേനെടുക്കാൻ പോകുള്ളൂ? ആ കമ്മ്യൂണിറ്റിക്കാർ മാത്രം? 2 കമ്മ്യൂണിറ്റിക്കാർ മാത്രം തേനെടുക്കാൻ പോകും. തേന്, മീൻ, വിറക്, കാട്ടിൽ അത്യാവശ്യം കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ കളക്ട് ചെയ്യാൻ വേണ്ടി ഈ 2 കമ്മ്യൂണിറ്റിന് മാത്രം, മന്നാൻ പള്ളിയനും മാത്രമേ ഉള്ളൂ അനുവാദം. മറ്റുള്ള ആൾക്കാർക്ക് അത് കളക്ട് ചെയ്യാനുള്ള അനുവാദമില്ല പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ സൗണ്ട് ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഓടിപ്പോവില്ലേ? ഒറ്റയ്ക്ക് പെടുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവൻ ചിലപ്പോൾ ഓടിപ്പോവും. അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള സംഭവത്തിലാണ് 1-2 വരെയുള്ള സംഭവത്തിലാണ് ഈ സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ 75 വാച്ച് ടവറാണ്. അവർ കണ്ടിങ്ങിന് വേണ്ടി ബ്രിട്ടീഷ് കാലത്ത് അവർ രാജഭരണകാലത്ത് കണ്ടിങ്ങിന് വേണ്ടി ഇത് വെച്ച വാച്ച് ടവറാണ്. ഇവിടെ കറക്റ്റ് നല്ല ഹണ്ടിങ്ങിന് പറ്റിയ സ്ഥലം തന്നെയാണ്. അതിനു വേണ്ടി ആ വെള്ളം പണ്ട് ഡാമിൻ്റെ ആദ്യത്തെ ലെവലെന്ന് വെച്ചാൽ 152 ആണ്. നമ്മുടെ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ് 152 അടി. അപ്പോൾ വാട്ടർ ലെവലാണ് ഇത്. ഈ മരം കാണുന്നതിൻ്റെ ഈ ഭാഗങ്ങൾ വാട്ടർ ലെവലാണ്. ഇതെല്ലാം മൂടിപ്പോകുന്നതാണ്. ഇപ്പോഴും 152 അടിയാണെങ്കിൽ മഴക്കാലത്ത് ഇപ്പോഴും വരുമോ വെള്ളം? ഇപ്പോൾ 100 കുറച്ചല്ലോ, 142 ആയപ്പോൾ നമ്മൾ ആ പുല്ല് കോരയൊക്കെ കാണുന്നില്ലേ, അത്രയും ഭാഗം വരെ വെള്ളം വരും. ഇത് ഇങ്ങോട്ട് കറക്റ്റ് 152 ആണെങ്കിൽ ഇവിടം വരെയൊക്കെ ആകും. ഇത് വെള്ളത്തിൻ്റെ 2 സൈഡിലെ വെള്ളം കൂടെ 2 സൈഡും കാണും. അവിടത്തെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഒരു ദ്വീപ് പോലെയല്ല, ഒരു ജംഗ്ഷനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ കയറി കിടക്കുന്ന സമയത്ത് കൂടുതൽ ആനിമൽസ് വരുന്നത് ചെറുമൃഗമാണാലും വരുന്നത് മൊത്തം ഈ വഴിക്കായിരിക്കും. അതായത് അവർക്ക് കണ്ടിങ്ങാണാലും ആന വേട്ടയാടൊക്കെ ആ സമയത്ത് നടന്നതെന്ന് അറിയത്തില്ല. പിന്നെ അവർ അത്യാവശ്യം കാട്ടും മാനിനെയും ഇങ്ങനെയൊക്കെ പിടിക്കാൻ വേണ്ടി ആയിരിക്കും കാട്ടിൽ. അതിനു വേണ്ടി ഇതുപോലെ ഒരു 2 സ്ഥലത്ത് ഇതുപോലത്തെ വാച്ച് ടവറുണ്ട്. വാച്ച് ടവർ
പണ്ട് പണിത് ആ സമയത്ത് തന്നെ പണിതത്. അതായത് ടൂറിസത്തിനില്ല. ഇപ്പോൾ ഒരെണ്ണം അത് പുതുക്കി പണിയുന്നുണ്ട്, ആ. മണക്കവല എന്ന് പറയും. ആ. അങ്ങനെ അടുത്ത വർഷം ചിലപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. നല്ലതായിരിക്കുമല്ലോ, നല്ല. ഇത് ഇതിനേക്കാളും കൂടെ കുറച്ചും കൂടെ ജംഗ്ഷനാണ്. എന്നാലും തന്നെ രണ്ട് സ്ഥലവും സെയിമാണ്. ആനിമൽസിന് അതായത് ഇത് ജംഗ്ഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങേ സൈഡിൽ രണ്ട് സൈഡിലും വെള്ളമാണ്. കരടി മാന്തുന്നത് വെച്ചാൽ അല്ലെങ്കിൽ ചിതലെടുക്കാനും ഈ മണ്ണിനകത്ത് ചിതലുണ്ട്, ഇല്ലെങ്കിൽ ആനപ്പിണ്ടം ഈ മണ്ണിനകത്ത് ആകുന്നുണ്ട്, ആയിട്ട് അത് ബോൾ പോലെ ഇരിക്കും. അതിനകത്തൊരു വണ്ടുണ്ട്. ആ വണ്ടിനെ എടുക്കാനാണ് അവർ ആ മണ്ണും മാന്തി വണ്ട്, അതുപോലെ പിറ്റിലുള്ള തേന്, ചിതൽ, ഉറുമ്പ് അതെല്ലാം ചേർത്ത് മണ്ണ് കൂട്ടിയാണ് ഈ കരടി തിന്നുന്നത്. ഇപ്പോൾ കാഷ്ടം പോകുമ്പോൾ മണ്ണിൻ്റെ ഒരു കളറാണ് നല്ല കറുപ്പായിട്ട് കാണുന്നത്. ഇത്ര വലിയ കരടി ചെറിയ ചിതൽപുറ്റൊക്കെ വെച്ചിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? അല്ലാതെ മറ്റ് അവർക്ക് ഭക്ഷണത്തിന് മറ്റ് ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറേ മാന്തി അങ്ങനെയൊക്കെ തിന്ന് ഭക്ഷിക്കും. പിന്നെ തേൻ്റെ സമയമാണെങ്കിൽ ഒരുപാട് തേന് എടുക്കും. മരത്തെ മരത്തെ കയറാൻ പറ്റുന്ന മരമാണെങ്കിൽ പിടിച്ച് കയറിയിട്ട് മരത്തേലുള്ള തേനും എടുക്കും. അങ്ങനെയാണ് കരടി. നിങ്ങൾ തേനെടുക്കാൻ മുമ്പ് മരത്തിൽ കരടീനെ കണ്ടിട്ടുണ്ടാവില്ല? അല്ല, ഞങ്ങളുടെ ആൾക്കാർ മുതിർന്ന ആൾക്കാർ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട്, മരത്തെ കയറിപ്പോന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാനൊക്കെ കണ്ടില്ല, എന്നാലും ആ മരത്താൽ പിടിച്ചു കയറിയ അടയാളങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടല്ല. ഇവിടെയൊക്കെ വരുന്നതാണ്. ഇതൊരു ജംഗ്ഷനാണ്. ഈ ഭാഗത്ത് നമുക്ക് കരടി മെയിനായിട്ട് വരുന്ന സ്ഥലമാണ്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി നമ്മൾ വാച്ച് ടവറിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് തിരിച്ച് ബോട്ട് ലാൻഡിങ്ങിൻ്റെ അവിടേക്ക് വന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു കാടിൻ്റെ വിശേഷങ്ങളായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.